നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 19 തിങ്കൾ. പ്രൗഢഗംഭീരമായി ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വെറുപ്പും സംഘർഷവും മുറിവുകൾ സൃഷ്ടിക്കുന്ന കാലത്ത് സ്നേഹവും ഐക്യവും മുഖമുദ്രയാക്കി മുന്നേറാൻ ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം. സഹോദര സഭകളുമായി ഐക്യപ്പെടണമെന്നും കത്തോലിക്ക സഭയുടെ 267 പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള കുർബാന മധ്യേ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ സൈന്യത്തിന് 40,000 കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൗൺസിലാണ് അടിയന്തര ആയുധ സംഭരണ അധികാരം നൽകിയത്. 5 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ആദായ നികുതി റിട്ടേൺ ഫോമുകളിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് 2025 ഏപ്രിൽ 29 40/2025 എന്ന വിജ്ഞാപനത്തിലൂടെ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി. റിട്ടേൺ സമർപ്പിക്കാൻ ഇവ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉടൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം റിട്ടേൺ പൂരിപ്പിക്കുന്നതിനുള്ള വിശദാംശങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമായേക്കും. മുല്ലപ്പെരിയാർ ഡാം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമെന്ന് തമിഴ്നാട് സർക്കാർ. ഡാമിന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യം തമിഴ്നാട് സർക്കാരും മേൽനോട്ട സമിതിയും കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് വ്യക്തമാക്കി. ഡാം സുരക്ഷിതമാണെന്ന കാര്യം സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയും കണ്ടെത്തിയതാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന് അനുകൂലമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികൾ അട്ടിമറിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടാനായി ആരംഭിച്ച സിംഗിൾ വാട്സാപ്പ് സംവിധാനത്തിലൂടെ ലഭിച്ച പരാതികളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മാസം 17 വരെ 30.67 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇതിൽ 14,50,930 രൂപ ഇതിനകം ഈടാക്കി. നിയമലംഘനം നടത്തിയവരിൽ നിന്ന് ഈടാക്കിയ പിഴയുടെ 25% പരാതികൾ സമർപ്പിച്ചവർക്കുള്ള പാരിതോഷികമായി നൽകുന്ന വ്യവസ്ഥയിൽ 37 പേർക്കായി 21,750 രൂപ അനുവദിച്ചു. നിയമലംഘനം നടത്തിയ 26 പേരുടെ മേൽ പ്രോസിക്യൂഷൻ നടപടികൾ തുടരുന്നു. പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരുടെ ചിത്രമോ വാഹന നമ്പറോ മറ്റു തിരിച്ചറിയൽ വിവരങ്ങളോ വ്യക്തമാക്കും വിധം ഫോട്ടോ, വീഡിയോ പകർത്തി പൊതുജനങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിച്ച ശേഷം നടപടികൾ സ്വീകരിക്കും. കനകക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ അവധി ദിനത്തിൽ വൻ തിരക്ക്. അരുമ മൃഗങ്ങളുടെ പ്രദർശനം ഒരുക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാൾ, AI ടീച്ചർ ഉള്ള സ്റ്റാർട്ടപ്പ് മിഷൻ, കായിക പരിശീലനം ഒരുക്കുന്ന സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയവയാണ് മേളയിലെ സവിശേഷതകൾ. മേള ഈ മാസം 23 സമാപിക്കും. മുതലപ്പൊഴി ഹാർബറിലെ മണൽ നീക്കം 30-നകം പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. സമരസമിതി നേതാക്കളുമായി കളക്ടർ അനുകുമാരിയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. രാജ്യം കാത്തിരുന്ന PSLV 61 വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടു. ഇതോടെ ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 09 ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. അത്യാധുനിക ഭൗമ നിരീക്ഷണ സംവിധാനമുള്ള മികച്ച ഉപഗ്രഹമാണ് നഷ്ടമായത്. പരാജയ കാരണം കണ്ടെത്താൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 101ാം വിക്ഷേപണമായിരുന്നു ഇത്. കോഴിക്കോട് നഗരത്തെ നടുക്കി മെഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയിൽ വൻ തീപിടുത്തം. ആളപായമില്ല. നഗരഹൃദയത്തിലെ ബസ് സ്റ്റാൻഡിൽ രാജാജി റോഡിനോട് ചേർന്ന ഭാഗത്ത് 1ാം നിലയ്ക്ക് മുകളിൽ കാലിക്കൽ ടെക്സ്റ്റൈൽസിന്റെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗോഡൌണിന് സമീപത്താണ് വൈകിട്ട് 5:05 ആദ്യം തീപിടർന്നത്. PRC മരുന്നുകടയുടെ ഗോഡൌണിനോട് ചേർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തുടർന്ന് കെട്ടിടത്തിന്റെ 1ാം നിലയിലെ തുണിക്കടയിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. 4 മണിക്കൂറോളം സമയമെടുത്ത് തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ രാത്രി വൈകിയും കഴിഞ്ഞിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കളക്ടർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. KS രാമൻ മേനോന്റെ 100ാം ചരമവാർഷികം ഇന്ന്. മലയാളത്തിൽ പ്രസാധകൻ എന്ന നിലയിൽ ആദ്യം അച്ചടിശാല ആരംഭിച്ചും എഴുത്തുകാർക്ക് ആദ്യമായ പ്രതിഫലം നൽകിയും ചരിത്രമെഴുതിയ KS രാമൻ മേനോന്റെ ചരമശതാബ്ദി ഇന്ന്. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്സിലൂടെയാണ് ഉള്ളൂർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, AR രാജരാജവർമ്മ തുടങ്ങിയവരുടെ കൃതികൾ ആദ്യമായി വായനക്കാരുടെ കൈകളിലെത്തിയത്. IPL ഡൽഹിക്കെതിരെ ഗുജറാത്തിന് 10 വിക്കറ്റ് ജയം. ലക്നൗ, ഹൈദരാബാദ് ടീമുകൾ ഇന്ന് മത്സരിക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.